Good afternoon, all. Good afternoon, Miss. Good afternoon, Miss. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് എടുത്തത്. അപ്പൊ അതില് ഡിസ്ചാർജ് സമ്മറി നോക്കിയോ? നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞോയോ? ഡിസ്ചാർജ് സമ്മറി നോക്കിയായിരുന്നു ആരെങ്കിലും? നിങ്ങളുടെ വീട്ടിൽ പഴയ ഡിസ്ചാർജ് സമ്മറി ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കാൻ പറഞ്ഞിട്ട് നോക്കിയായിരുന്നു ആരെങ്കിലും? നോക്കി. വിസ്മയ മാത്രം ഓർത്തുള്ളൂ, ബാക്കി ആരും നോക്കിയില്ല, അല്ലെങ്കിൽ ഉണ്ടായില്ല. അപ്പോ വിസ്മയ നോക്കിയിട്ട് മനസ്സിലായോ എന്തൊക്കെയാണ് ഡിസ്ചാർജ് സമ്മറിയില് എഴുതിയിരിക്കുന്നത്? മനസ്സിലായോ? പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പൊ നമ്മള് ഇതിലെ കഴിഞ്ഞ ക്ലാസ്സില് പോളിസികളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ പോളിസിയില് 7ാമത്തെ പോയിന്റ് വരെയാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് അല്ലെ? 7th പോയിന്റ് കംപ്ലീറ്റ് ചെയ്തു. 8ാമത്തെ പോയിന്റ് നോക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം. ഇനി 8ാമത്തെ പോയിന്റ് നോക്കാം. The nurse shall be responsible for completing the discharge checklist and explaining the discharge summary to the patient. Family understanding shall be recorded in document on the discharge checklist by getting signed by the patient and family. അതായത് നേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഡിസ്ചാർജിന്റെ ചെക്ക് ലിസ്റ്റ് എക്സ്പ്ലനേഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഡിസ്ചാർജ് സമ്മറി പേഷ്യന്റിനും പേഷ്യന്റിന്റെ ഫാമിലിക്കും സമ്മറി ഡിസ്ചാർജ് സമ്മറി കൊടുത്തിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ്. ഇനി എന്താണ് ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെക്ക് ലിസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാകും. നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാകും. നമ്മൾ അതിന്റെ നേരെ നമ്മൾ ടിക്ക് ചെയ്ത് പോകുക. അപ്പോ ഇപ്പൊ ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്ക് ലിസ്റ്റിനകത്ത് മെഡിസിൻസ് കൃത്യസമയത്ത് കൊടുത്തിട്ടുണ്ടോ, ഇഞ്ചക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ സൈഡിൽ എന്താ പറയാ ചെറിയൊരു സ്ക്വയറിലൊരു ഇതുണ്ടാവും. നമ്മൾ അതിനകത്ത് ടിക്ക് ചെയ്ത് ഇതെല്ലാം കിട്ടിയതാണ് പേഷ്യൻസിന്. അപ്പൊ എന്ത് ചെയ്യും? ടിക്ക് ചെയ്ത് പോകുക. അതാണ് ഈ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ആ ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നത്. അതുപോലെ തന്നെ എക്സ്പ്ലൈനിങ് ഡിസ്ചാർജ് സമ്മറി ടു ദ പേഷ്യന്റ് ആൻഡ് ഫാമിലി. ഡിസ്ചാർജ് സമ്മറി കൊടുക്കുമ്പോൾ പേഷ്യന്റിനും ഫാമിലിക്കും ആ ഡിസ്ചാർജ് സമ്മറിയെ കുറിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാണ്. കാരണം നിങ്ങൾക്ക് ഇതുവരെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ തന്നിരുന്ന ട്രീറ്റ്മെന്റ്സിന്റെ ഡീറ്റെയിൽസും ഇതുവരെ തന്നിട്ടുള്ള മെഡിസിൻസിൽ ഏതൊക്കെയാണ്, ഇനി ഏതെങ്കിലും ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടോ, എന്തൊക്കെയാണ് അവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന പ്രൊസീജിയേഴ്സുകൾ, ഇതെല്ലാമാണ് ഡിസ്ചാർജ് സമ്മറിയിൽ ഉള്ളത് എന്ന് എന്ത് ചെയ്ത് കൊടുക്കുക? പേഷ്യന്റിനും പേഷ്യന്റിന്റെ ഫാമിലിക്കും എക്സ്പ്ലനേഷൻ ചെയ്ത് കൊടുക്കണം. In document on discharge checklist by getting signed by patient and family. അതുപോലെ തന്നെ ഈ ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റിന്റെ താഴെയായിട്ട് പേഷ്യന്റിനെ കൊണ്ട് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഫാമിലി ബൈസ്റ്റാൻഡറെ കൊണ്ട് ഒന്ന് സൈൻ ചെയ്യിപ്പിക്കണം. ഓക്കെ, ഇതാണ് ഇപ്പൊ നേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി പേഷ്യന്റ് ഹു അടുത്ത പോയിന്റ് ആണ് കേട്ടോ, 9th one. Patients who requested discharge against medical advice shall be explained the risk and informed consent policy. അതുപോലെ തന്നെ ഇനി ഇപ്പോ ഏതെങ്കിലും ഒരു പേഷ്യന്റ് AMA ആയിട്ട് നമ്മൾ പഠിച്ചു അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, ഡോക്ടറിന്റെ അഡ്വൈസിന് എതിരായിട്ട് വിപരീതമായിട്ട് ഡിസ്ചാർജ് വാങ്ങിച്ചു പോകണം എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻസിന് ഫ്യൂച്ചറിൽ വരാവുന്ന റിസ്കുകളെ കുറിച്ചിട്ട് പേഷ്യൻസിനോട് എക്സ്പ്ലനേഷൻ ചെയ്യണമെന്ന്. എന്തൊക്കെയാണ് നമ്മളിങ്ങനെ നിങ്ങൾ അഗെയിൻസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള റിസ്കുകൾ വരാൻ ചാൻസ് ഉണ്ട്. സോ റിസ്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് എന്ത് ചെയ്യാം? എക്സ്പ്ലനേഷൻ ചെയ്യണം. Then ഇൻഫോംഡ് കൺസെന്റ് പോളിസി. അതുപോലെ തന്നെ ഇൻഫോംഡ് കൺസെന്റ് പോളിസിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇനി ഇൻഫോംഡ് കൺസെന്റ് പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേഷ്യന്റിന് മീൻസ് കൺസെന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കൺസെന്റ് അറിയോ? കൺസെന്റ് പേപ്പറിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്ന പറയും. സർജറിക്കൊക്കെ കയറ്റുമ്പോഴേ കൺസെന്റ് പേപ്പറിൽ സൈൻ ചെയ്യാം, കേട്ടിട്ടുണ്ടോ? അതായത് ആ സർജറി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചിലപ്പോൾ ഇഫക്റ്റ് ഉണ്ടെങ്കിൽ അത് കൺസെന്റിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോ ഇൻഫോംഡ് ആണ്, നമ്മൾ പേഷ്യന്റിനെ ഇൻഫോം ചെയ്യുന്നതാണ്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും, മേ ബി ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടാകാം. സോ ഇതിനെല്ലാം നമ്മൾ വായിച്ചു നോക്കിയിട്ടാണ് ഈ കൺസെന്റിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ,
അപ്പൊ നമ്മളിങ്ങനെ നിങ്ങൾ എന്താണ് അഗെയിൻസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടാകും. സോ അതിനെ കുറിച്ചിട്ട് ഒന്ന് എക്സ്പ്ലനേഷൻ ചെയ്ത് കൊടുക്കുക. ഇനി 10ാമത്തെ പോയിന്റ്, patients who leave hospital against medical advice are to be explained on consequences of LAMA. LAMA എന്ന് വെച്ചാൽ എന്താ ഫുൾ ഫോം? ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഉണ്ടല്ലേ, ഒന്ന് എഴുതി വെച്ചോളൂ ഒട്ട സൈഡില. ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അതായത് ഏവേ തന്നെ മെഡിക്കൽ അഡ്വൈസിന് വിപരീതമായിട്ട് ലീവ് ചെയ്ത് പോകുന്നത്, ഹോസ്പിറ്റൽ വിട്ട് പോകുക. And signature to be obtained LAMA form in a inpatient record. അതുപോലെ തന്നെ അങ്ങനെ ലീവ് അഗെയിൻസ്റ്റ് ചെയ്ത് പോകുന്ന പേഷ്യൻസിനെ ആണെങ്കിൽ ആ പേഷ്യൻസിന്റെ ഇൻപേഷ്യന്റ് റെക്കോർഡിൽ ആ ഒരു ലാമ ഫോം നമ്മൾ പറഞ്ഞില്ലേ, AMA ഫോം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോ, AMA ഫോം കൊടുക്കും. ദെൻ ആ ഫോമിൽ പേഷ്യന്റിനെ കൊണ്ടോ ബൈസ്റ്റാൻഡറെ കൊണ്ടോ സൈൻ ചെയ്യിക്കുമെന്ന്. സോ ആ ഫോം ഇൻപേഷ്യന്റ് റെക്കോർഡിൽ, ആ പേഷ്യന്റിന്റെ റെക്കോർഡിൽ ആ ഫോമും സൂക്ഷിച്ചു വെക്കണം. ദെൻ 11ാമത്തെ പോയിന്റ് നോക്കാം. A patient who comes to the casualty take treatment and leave hospital with CMO consent. ഇനി CMO എന്ന് പറയുന്നത് ആരാണ്? കാഷ്വാലിറ്റിയിലുള്ള CMO ആണത്. അപ്പോ CMO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഫോം എന്താണ്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. എഴുതി വെച്ചോളൂ കേട്ടോ സൈഡില്. CMO കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. എഴുതി വെച്ചോ? ലാമ എഴുതിയോ? ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ, CMO കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ഓക്കെ, ഇവിടെ പറയുന്നത് ഇപ്പൊ കാഷ്വാലിറ്റിയിലേക്ക് വരുന്ന ഒരു പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുത്തതിന് ശേഷം CMOന്റെ സമ്മതത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് അവരെ നമ്മുടെ പേഷ്യന്റിനെ റിലീസ് ചെയ്യുന്നത്. CMO consent as OP consultation are given prescription based on patient condition. ഇനി പേഷ്യന്റിന്റെ കണ്ടീഷൻസ് ഒക്കെ നോക്കിക്കൊണ്ട് ഫിസിഷ്യൻ ആണ് അതിനുള്ള പ്രിസ്ക്രിപ്ഷൻസും മറ്റും എഴുതുന്നത്. ഓക്കെ, then last one, the hospital administration must make sure that every hospital has an organized discharge planning and that can increase patient satisfaction. എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ ഡിസ്ചാർജ് എന്നുള്ളത് ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം എന്ന്. അതായത് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സും നടപടിക്രമങ്ങളും എല്ലാം ഒരു ഡിസ്ചാർജില് എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ടായിരിക്കണം. സോ അങ്ങനെ ഒരു ഡിസ്ചാർജ് പ്ലാനിങ് ഉണ്ടെങ്കിൽ, ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് പ്ലാനിങ് ഉണ്ടെങ്കിൽ അത് പേഷ്യന്റിന്റെ സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യിക്കുന്നു അല്ലെ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ രാവിലെ മുതൽ ഡിസ്ചാർജിന് വേണ്ടി കാത്തിരുന്നു, അവിടെ യാതൊരു ഒരു ഓർഗനൈസ്ഡ് അല്ല, അവിടെ സ്റ്റാഫുകളില്ല, ശരിയായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റാഫിംഗും ഇല്ല, അല്ലെങ്കിൽ ബില്ല് പെട്ടെന്ന് റെഡി ആവണില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കുമോ? നമ്മൾ അവിടെ പേഷ്യന്റ് പ്രശ്നം ഉണ്ടാക്കും അല്ലെ. ഇവിടെ ബില്ല് നമ്മൾ റെഡി ആയിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് ഒരുപാട് സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ മാക്സിമം അതെല്ലാം ഒരു ഓർഗനൈസ്ഡ് മാനറിലായിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് പോളിസിയിൽ നമ്മൾ പഠിച്ചത്. ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. എല്ലാ പോയിന്റ്സുകളും വായിക്കുക, എവിടെയെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് വൺ, ജസ്റ്റ് നിങ്ങൾ അത് വായിച്ചത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പോളിസികൾ ഏതൊക്കെയാണെന്നേ. ഡിസ്ചാർജ് പ്രൊസീജിയർ ഷാൽ ബി ഫോളോഡ് ടു മേക്ക് ഷുവർ ദാറ്റ് patients are discharged effectively and efficiently, allowing most favorable resources. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള പേഷ്യൻസുകൾ അവരെല്ലെങ്കിൽ കാര്യക്ഷമമായിട്ടും എഫിഷ്യന്റ് ആയിട്ടുമാണ് ഡിസ്ചാർജ് ചെയ്തതെന്ന് ഉറപ്പുവരുത്തുക. Then an authorized hospital discharge shall only be made by an order from the primary consultant. ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള ഒരു ഡിസ്ചാർജിന് ഓർഡർ കൊടുക്കുന്നത് പ്രൈമറി കൺസൾട്ടന്റ് ആയിരിക്കും. അതൊന്ന് അണ്ടർലൈൻ ചെയ്തായിരുന്നു നമ്മൾ ഇന്നലെ. അണ്ടർലൈൻ ചെയ്തോ പോയിന്റ്? പ്രൈമറി കൺസൾട്ടന്റ് ആണ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. However, a patient may discharge himself against medical advice. അല്ലാത്ത പക്ഷം നമ്മൾ അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നത്. നോർമൽ ഫോർമൽ ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഓർഡർ കൊടുക്കുന്നത് ആരാണ്? പ്രൈമറി കൺസൾട്ടന്റ് ആയിരിക്കും. Then the consultant or his designee shall document discharge instruction in the patient medical record at the time of anticipated discharge. അതായത് കൺസൾട്ടന്റ് ആ ഒരു രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഡിസ്ചാർജ് ചെയ്യാനായിട്ടുള്ള നിർദ്ദേശങ്ങളും മറ്റും മെഡിക്കൽ റെക്കോർഡ്സിൽ എഴുതണം. Then
The discharge summary shall be prepared and all patients are provided with a discharge summary at the time of discharge. Discharge summary prepare ആക്കണം പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു സമ്മറി അവർക്ക് കൊടുത്തിരിക്കണം. The ward sister shall be responsible person to ensure compliance with this policy like billing, duration to finish a discharge process, etc. അത് അണ്ടർലൈൻ ചെയ്തോ? വാർഡ് സിസ്റ്റർ ഇന്നലെ പറഞ്ഞായിരുന്നു ഞാൻ. വാർഡ് സിസ്റ്റർ ആയിരിക്കും. വാർഡ് സിസ്റ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ് ബില്ലിങ്ങും അതുപോലെ തന്നെ ആ ഒരു ഡിസ്ചാർജിന്റെ പ്രോസസ് ഒക്കെ ഫിനിഷ് ചെയ്യാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് വാർഡ് സിസ്റ്ററിന്റെ ഡ്യൂട്ടിയാണ്. Then the discharge summary shall contain all patient details. Discharge summary patients details എല്ലാം contain ചെയ്തിരിക്കുന്നു. In case of death, the discharge summary must include the cause of death. ഇനി പേഷ്യന്റ് മരണപ്പെടുകയാണെങ്കിൽ ആ മരണപ്പെടാനുള്ള കാരണം ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതിയിരിക്കണം. The nurse shall be responsible for completing the discharge checklist and explaining discharge summary to the patient and family. Understanding shall be recorded in document on discharge checklist by getting signed by the patient and family. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ദെൻ ഡിസ്ചാർജ് സമ്മറി പേഷ്യന്റിനും ഫാമിലിക്കും എക്സ്പ്ലനേഷൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡില് ഡിസ്ചാർജ് ചെക്ക് ലിസ്റ്റ് സൂക്ഷിക്കണം. ദെൻ ചെക്ക് ലിസ്റ്റിന്റെ താഴെ പേഷ്യന്റിനെ കൊണ്ടോ പേഷ്യന്റിന്റെ ഫാമിലി മേ ബി ബൈസ്റ്റാൻഡറെ കൊണ്ടോ സൈൻ ചെയ്യിപ്പിക്കുക. Patients who request to discharge against medical advice shall be explained the risk and inform the consent policy. അതുപോലെ ഇപ്പോ ഏതെങ്കിലും പേഷ്യന്റ് മെഡിക്കൽ അഡ്വൈസിന് വിപരീതമായിട്ട് ഡിസ്ചാർജ് വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ റിസ്കുകൾ എക്സ്പ്ലനേഷൻ ചെയ്തു കൊടുക്കുക. Patients who leave the hospital against medical advice are to be explained on the consequences of LAMA, leave against medical advice. Signature to be obtained in LAMA form and inpatient record. ഇനി പേഷ്യന്റ് ലിവ് അഗെയിൻസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിന്റെ ഒരു ഫോമും കൊടുക്കണം. ആ ഫോം ഇൻപേഷ്യന്റ് റെക്കോർഡിൽ സൂക്ഷിക്കുകയും വേണം. A patient who comes to casualty take treatment at the hospital with CMO consent. As OP consultant are given prescription based on patient condition. കാഷ്വാലിറ്റിയിലേക്ക് വരുന്ന പേഷ്യൻസിന് ട്രീറ്റ്മെന്റിന് ശേഷം CMOന്റെ കൺസെന്റോട് കൂടിയിട്ട് വേണം ഹോസ്പിറ്റലിൽ വിട്ട് പോകുവാൻ. പേഷ്യന്റിന്റെ കണ്ടീഷൻസ് നോക്കി പ്രിസ്ക്രിപ്ഷൻസ് എഴുതുന്നത് OP കൺസൾട്ടേഷൻ ആയിരിക്കും, അതായത് ഫിസിഷ്യൻ ആയിരിക്കും. CMO ഫുൾ ഫോം അറിയാലോ, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. The hospital administration must make sure that every hospital has an organized discharge planning and that can increase patient satisfaction. എല്ലാ ഹോസ്പിറ്റലുകളും അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡിസ്ചാർജ് പ്ലാനിംഗ് ഉണ്ടായിരിക്കണം. Then and that can increase patient, അത് പേഷ്യന്റിന്റെ സംതൃപ്തിയെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് പോളിസിയിൽ നമ്മൾ പഠിച്ചത്. ഇനി ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. പോളിസികൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിക്കാം. പോളിസിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ ബാക്കിയുള്ളതും ഒന്ന് വായിക്കണം. അണ്ടർലൈൻ ചെയ്തത് പ്രത്യേകം പഠിക്കുകയും വേണം. ഓക്കെ, മനസ്സിലാക്കി വായിക്കാം. അതൊന്നും ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ ഒന്നുമില്ല. ബൈഹാർട്ട് ചെയ്താൽ അത് ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ട് പഠിക്കാം. അതൊന്നും നിങ്ങൾ വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, എക്സാമിന് ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് 1-2 പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ കാണുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ആൻസർ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ.
അണ്ടർലൈൻ നമ്മൾ ചെയ്തതേ സെക്കൻഡ് പോയിന്റില് പോളിസിയില്. ഇനി ആരെങ്കിലും അണ്ടർലൈൻ ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട് ഡിസ്ചാർജ് ഷാൾ ഓൺലി ബി മെയ്ഡ് ബൈ ആൻ ഓർഡർ ഫ്രം ദ പ്രൈമറി കൺസൾട്ടന്റ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. അതായത് ഡിസ്ചാർജ് ചെയ്യുന്നത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് ആണെങ്കിൽ അതിന്റെ ഓർഡർ നമുക്ക് തരുന്നത് പ്രൈമറി കൺസൾട്ടന്റ് ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് സ്റ്റാർട്ടിങ് തുടങ്ങി പ്രൈമറി കൺസൾട്ടന്റ് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. സ്റ്റാർട്ടിങ് തുടങ്ങി അതായത് അൺഓതറൈസ്ഡ് ഹോസ്പിറ്റൽ തുടങ്ങി കൺസൾട്ടന്റ് വരെ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് അഞ്ചാമത്തെ പോയിന്റ് കേട്ടോ. ദ വാർഡ് സിസ്റ്റർ ഷാൾ ബി ദ റെസ്പോൺസിബിൾ പേഴ്സൺ ടു എൻഷുർ കംപ്ലിയൻസ് വിത്ത് ദ പോളിസി ലൈക്ക് ബില്ലിംഗ് ഡ്യൂറേഷൻ ടു ഫിനിഷ് ഡിസ്ചാർജ് പ്രോസസ് എക്സെട്ര. അത് കംപ്ലീറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. ഫിഫ്ത് പോയിന്റ് അതായത് വാർഡ് സിസ്റ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ബില്ലിങ്ങിന്റെയും ഡ്യൂറേഷന്റെയും കാര്യങ്ങളൊക്കെ ഡിസ്ചാർജ് പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാവുന്നത്. കംപ്ലീറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഫിഫ്ത് പോയിന്റ്. ദെൻ ലാബ CMO അണ്ടർലൈൻ ചെയ്തേക്കാട്ടോ. LAMA എന്താണ്? ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ. ദെൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ഓക്കെ, ഇത്രയുമാണ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. ദെൻ അണ്ടർലൈൻ ചെയ്തത് മാത്രം പഠിക്കാന്നല്ല കേട്ടോ, നിങ്ങൾ പഠിക്കണം, വായിച്ച് മനസ്സിലാക്കി വെക്കുക. അണ്ടർലൈൻ ചെയ്തത് പ്രത്യേകം ശ്രദ്ധിച്ചതും പഠിക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും. അടുത്ത ഭാഗത്തിലേക്ക് പോകാലോ. ഇനി നോക്കാം. ഡിസ്ചാർജ് പ്രോസസ്സിന്റെ ഫ്ലോ ചാർട്ട് ആണ് കേട്ടോ. പേഷ്യന്റിനെ നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് ട്രീറ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞു ഡിസ്ചാർജ് ചെയ്യണേ, അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് രൂപേണ തന്നിരിക്കുകയാണ്. ഫസ്റ്റ് വൺ, റിട്ടേൺ ഓർഡർ ബൈ ഡോക്ടർ. ഡോക്ടർ എന്ത് ചെയ്തു? റിട്ടേൺ ഓർഡർ തന്നെയാണ്. പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യാം. ഇതിനുള്ളൊരു റിട്ടേൺ ഓർഡർ ഫസ്റ്റിൽ എഴുതുന്നത് റിട്ടേൺ ഓർഡർ ആണ്. ഡോക്ടർ റിട്ടേൺ ഓർഡർ എഴുതി. ഇൻഫോമിംഗ് അതർ ഡിപ്പാർട്ട്മെന്റ്. ഡോക്ടർ റിട്ടേൺ ഓർഡർ എഴുതിയിട്ടാണ് മറ്റു ഡിപ്പാർട്ട്മെന്റ്സിലോട്ട് നമ്മുടെ ഇൻഫോർമേഷൻ കൊടുക്കുകയാണ്. ആ പേഷ്യന്റിന് ഡിസ്ചാർജ് ചെയ്യണം. അപ്പൊ മറ്റു ഡിപ്പാർട്ട്മെന്റിലൊക്കെ ബില്ലുകളും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? മറ്റു ഡിപ്പാർട്ട്മെന്റ്സിലോട്ട് ഓർഡർ കൊടുക്കുകയാണ് ആ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തു എന്നുള്ളത്. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് റിട്ടേണിംഗ് ഓഫ് പേഷ്യന്റ് മെഡിക്കേഷൻസ്. പേഷ്യൻസിന്റെ മരുന്നുകളൊക്കെ ഇപ്പൊ ബാലൻസിംഗ് ഇഞ്ചക്ഷൻസും മെഡിസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തിരികെ ഹോസ്പിറ്റലിലെ ആ ഒരു ഫാർമസിയിലേക്കോ മറ്റും നമ്മൾ ഏൽപ്പിക്കുന്നു. ദെൻ പ്രിപ്പറേഷൻ ആൻഡ് പ്രോസസിംഗ് ഓഫ് ബിൽസ്. ബില്ല് തയ്യാറാക്കുന്നു, നമ്മൾ ബില്ല് പേയ്മെന്റ്സ് ഒക്കെ തയ്യാറാക്കുന്നു. ദെൻ അതിനുശേഷം വരുന്നത് ചെക്ക് മോഡ് ഓഫ് പേയ്മെന്റ്, ക്യാഷ് ഓർ ഇൻഷുറൻസ്. ഏത് പേയ്മെന്റ് മോഡാണെന്ന് നമ്മൾ അത് തിരിച്ചറിയുന്നു. അതായത് ഇപ്പോ ക്യാഷ് ആയിട്ടാണോ അല്ലെങ്കിൽ ആ പേഷ്യന്റിന് ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ള രീതിയിലാണോ തിരിച്ചറിയുന്നു. വേരിഫിക്കേഷൻ വിത്ത് റെസ്പെക്റ്റീവ് ഇൻഷുറൻസ് പ്രൊവൈഡർ ഇഫ് എനി. ഇനി ഇപ്പൊ ഏതെങ്കിലും ഇൻഷുറൻസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ ആ ഇൻഷുറൻസുമായിട്ട് അത് എന്താ പറയാ വെരിഫിക്കേഷൻ ചെയ്യണം. ഏത് ഇൻഷുറൻസ് ആണ്, ഇങ്ങനെയാണ് ആ ഹോസ്പിറ്റലിലുള്ള ഇൻഷുറൻസ് ആണോ എന്നുള്ളത് നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യുന്നു. ഇൻഫോം വാർഡ്സ് ടു പേ ദ ബിൽ ബൈ പേഷ്യന്റ്. ആ പേഷ്യന്റ് കിടക്കുന്ന വാർഡിലോട്ട് ഇൻഫോർമേഷൻ ചെയ്യാനാണ്. എന്നിട്ട് അവിടെ ബില്ല് പേയ്മെന്റ് ചെയ്യാനായിട്ട്. സെറ്റിൽമെന്റ് ഓഫ് ബില്ല് നമ്മൾ സെറ്റിൽമെന്റ് ചെയ്തു. കളക്ടിങ് ഡിസ്ചാർജ് മെഡിക്കേഷൻസ്. ഡിസ്ചാർജ് ചെയ്യുന്ന ശേഷം ചിലപ്പോൾ ഡോക്ടർ ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ മെഡിസിൻ ഒക്കെ എഴുതിയിട്ടുണ്ടാകും. ആ മെഡിസിൻസുകൾ നമ്മൾ കളക്ട് ചെയ്യുന്നു. എക്സ്പ്ലെയിൻ മെഡിക്കേഷൻസ് ആൻഡ് പ്രൊവൈഡ് ഡിസ്ചാർജ് സമ്മറി. മരുന്നുകൾ എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടതെന്നൊക്കെ നഴ്സ് പറഞ്ഞു തരുന്നു. അതോടൊപ്പം തന്നെ പേഷ്യന്റിന് ഡിസ്ചാർജ് സമ്മറി കൊടുക്കുന്നു. അറേഞ്ച് ട്രാൻസ്പോർട്ടേഷൻ ഇഫ് നീഡഡ്. ഇനി പേഷ്യന്റിന് ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ലാസ്റ്റ് വൺ, ഡോക്യുമെന്റേഷൻ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് റിമൂവ് ദ പേഷ്യന്റ് ഫ്രം HIS. അപ്പോ അങ്ങനെ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം HIS എഴുതി വെക്കാട്ടോ.
ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. അതായത് നമ്മളുടെ ഡാറ്റാബേസിൽ നിന്നും ആ പേഷ്യന്റിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നതാണ്. മീൻസ് അവരുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു, ഡിസ്ചാർജ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നിന്നും ആ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് മറ്റും റിമൂവ് ചെയ്യുന്നു. ഇതാണ് ഒരു ഡിസ്ചാർജിന്റെ പ്രോസസ്സിന്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. നമ്മൾ നോർമലി ഹോസ്പിറ്റലിൽ കിടന്നു ഡിസ്ചാർജ് ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആണോ? ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ ഡിസ്ചാർജ് ആകുമ്പോൾ ചെയ്യുന്നത്. ഡോക്ടർ ആദ്യം ഒരു ഓർഡർ തരും, ദെൻ ഇൻഫോർമേഷൻ ഒക്കെ അറിയിക്കുന്നു, ദെൻ നമുക്ക് ബില്ലും കാര്യങ്ങളൊക്കെ തരുന്നു, നമ്മൾ പോയി മെഡിസിൻ ഒക്കെ വാങ്ങിക്കും, ഇല്ലേ? ആണോ? യെസ്. ഇനി ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ ആ ഫ്ലോ ചാർട്ട്. എളുപ്പമാണ് കേട്ടോ, മനസ്സിലാക്കി വായിക്കാം. വായിച്ചോ ഫ്ലോ ചാർട്ട്? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഡിസ്ചാർജ് സമ്മറി. എന്താണ് ഡിസ്ചാർജ് സമ്മറി എന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡിസ്ചാർജ് സമ്മറിയെ കുറിച്ച് നോക്കാം. A discharge summary is the clinical reports prepared by health professionals at the conclusion of hospital stay. Underline ചെയ്യാം കേട്ടോ. എന്താണ് ഡിസ്ചാർജ് സമ്മറി? ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ റിപ്പോർട്ട് ആണെന്ന്. പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ഹെൽത്ത് പ്രൊഫഷണൽ പ്രിപ്പയർ ചെയ്യുന്ന ക്ലിനിക്കൽ റിപ്പോർട്ട് ആണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. Then at the conclusion of hospital stay, എപ്പോഴാണ് നമ്മൾ ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കുന്നത്? കൺക്ലൂഷൻ ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേ. ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സുകളും എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഹോസ്പിറ്റൽ കൺക്ലൂഷൻ ഓഫ് ഹോസ്പിറ്റൽ സ്റ്റേയുടെ ലാസ്റ്റ് ആ ഒരു ടൈമിലാണ് നമ്മൾ പേഷ്യന്റിന്റെ ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കുന്നതും കൊടുക്കുന്നതും. Then it is often the primary mode of communication between hospital care team and after care providers. അപ്പോ ഇനി ഈ ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ കെയർ ടീമും ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സും, അതായത് ഇപ്പോ ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ നമ്മളുടെ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറും ഫാമിലിയും ഇവര് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു റിപ്പോർട്ടാണെന്ന്. അതായത് നമ്മൾ പറഞ്ഞു ഒരു ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുമ്പോൾ നമുക്കത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെ? അവിടെ എത്ര നാള് നമുക്ക് എത്ര മെഡിസിൻ ഒക്കെ നമ്മൾ തന്നു, അല്ലെങ്കിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്തത്, ഇനി ഇഞ്ചക്ഷൻസ് തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഓരോന്നിന്റെ ട്രീറ്റ്മെന്റ്സ് എത്ര വന്നു, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സുകൾ കഴിച്ച ഓരോ മെഡിസിൻസുകൾ ഏതൊക്കെയാണ്. അപ്പൊ നമുക്കത് വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടും. ആ ഒരു ഡോക്ടേഴ്സും അല്ലെങ്കിൽ പേഷ്യന്റും തമ്മിൽ അവിടെ മീൻസ് അവർക്ക് ലഭ്യമായുള്ള ട്രീറ്റ്മെന്റ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സമ്മറി വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ ഡിസ്ചാർജ് സമ്മറി എന്താണെന്നുള്ളത്? എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ ഡിസ്ചാർജ് സമ്മറി. A discharge summary is a clinical report prepared by a health professional at the conclusion of hospital stay. Okay, then ini last one, ഈ chapter ലാസ്റ്റ് ഭാഗമാണ്. ഡിസ്ചാർജ് സമ്മറി ഷാൾ ഇൻക്ലൂഡ്. എന്തൊക്കെയാണ് ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. The discharge summary shall include. എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നോക്കി. The reason for admission, significant findings, diagnosis and patient's conditions at discharge. അഡ്മിഷൻ ആക്കിയിട്ടുള്ള റീസൺ എന്താണ്, എന്ത് അസുഖമായിട്ടാണ് നമ്മൾ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തത്. സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്, കണ്ടെത്തലുകൾ, അതായത് ടെസ്റ്റുകൾ മറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫൈൻഡിങ്സ്, എക്സ്റേ എടുത്തിട്ടുണ്ടോ, സ്കാനിങ് ഒക്കെ എടുത്തിട്ടുണ്ടോ, അതിന്റെ ഫൈൻഡിങ്സുകൾ. അതുപോലെ ഡയഗ്നോസിസ്, ടെസ്റ്റുകൾ, ലാബ് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, ബ്ലഡ് ടെസ്റ്റുകൾ, യൂറിൻ ടെസ്റ്റ്, അങ്ങനെയുള്ള അതിന്റെ റിസൾട്ടുകൾ, ഡീറ്റെയിൽസുകൾ. പേഷ്യൻസ് കണ്ടീഷൻ അറ്റ് ഡിസ്ചാർജ്. പേഷ്യന്റിന് നമ്മൾ
ഡിസ്ചാർജ് ചെയ്യുന്ന ടൈമിലുള്ള പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ അത്രയും കാര്യങ്ങൾ രേഖപ്പെടുത്തണം. ദെൻ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്, വീണ്ടും ലബോറട്ടറി റിസൾട്ടുകൾ ഇൻക്ലൂഡ് ചെയ്യാം. ദ മെഡിക്കേഷൻ ഗിവൺ ആൻഡ് ദ പ്രൊസീജിയേഴ്സ് ഡൺ, അതായത് മെഡിക്കേഷൻസുകൾ എന്തൊക്കെയാണ് മെഡിസിൻസ് കൊടുത്തിട്ടുള്ളത്, അതുപോലെ പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ അത്, സർജറി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണം. ഫോളോ അപ്പ് അഡ്വൈസ്, അതായത് ഡോക്ടർ ചിലപ്പോൾ ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ട് പേഷ്യന്റിനോട് ഫോളോ അപ്പ് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോളോ അപ്പ് കൂടി എഴുതാം. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ മെഡിക്കേഷൻ ആൻഡ് അതർ ഇൻസ്ട്രക്ഷൻസ്, മരുന്നുകളുടെ വിവരങ്ങളും മറ്റു ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹൗ ടു ഒബ്റ്റെയിൻ അർജന്റ് കെയർ ഇൻ അണ്ടർസ്റ്റാൻഡബിൾ മാനേഴ്സ്, അതായത് എന്താണ് മരുന്നുകളും മറ്റു നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പോ മേ ബി പെട്ടെന്ന് എന്തെങ്കിലും അർജന്റ് കെയർ വരികയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ചിലപ്പോൾ എന്തെങ്കിലും ഒരു മെഡിസിൻ ഒക്കെ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ വന്ന് കാണുക. സോ എമർജൻസി ആയിട്ട് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നും കൂടി എന്ത് വേണം, ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ പോയിന്റ്സ് വായിക്കുമ്പോൾ മനസ്സിലാകും, പ്രത്യേകിച്ച് അത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. Then ഇനി ഒന്ന് വായിച്ചു നോക്കിയേ ലാസ്റ്റത്തെ. വായിച്ചോ? ഓക്കെ, അപ്പൊ നമ്മളുടെ ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 ദിവസം കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞു, ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ചെറിയൊരു ചാപ്റ്റർ ആണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ പഠിച്ചു, ഇനി ഈ ചാപ്റ്ററിന് വേണ്ടി നിങ്ങൾ പഠിക്കാനായിട്ട് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മള് 2 ക്ലാസ്സോട് കൂടി തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പഠിച്ചോ? ഇനി ഇതിനു വേണ്ടി സമയം മാറ്റി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഡിസ്ചാർജ് സമ്മറി, ഡിസ്ചാർജ് പ്രോസസ് എന്നുള്ള ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടല്ലോ എല്ലാവരും. നോക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് ഡിസ്ചാർജ് എന്താണെന്നാണ് ഒരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് നമ്മള്. Discharge from a hospital is a formal release of a patient from a hospital after a procedure of a course of treatment. Then പിന്നെ നമ്മൾ നോക്കിയത് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണെന്നാണ്. അതിനകത്ത് റൊട്ടീൻ ഡിസ്ചാർജ് പഠിച്ചു, AMA ഡിസ്ചാർജ്, ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഡിസ്ചാർജ് ടു ഹോസ്പിറ്റൽസ് ഓർ പാലിയേറ്റീവ് കെയർ. റൊട്ടീൻ ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് പ്രകാരം ട്രീറ്റ്മെന്റ്സുകൾ കംപ്ലീറ്റ് ആയതിനു ശേഷം ഡോക്ടറിന്റെ അഡ്വൈസ് പ്രകാരമുള്ള ഡിസ്ചാർജ് ആണ് റൊട്ടീൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇനി AMA ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഡോക്ടറിന്റെ അഡ്വൈസിന് വിപരീതമായിട്ട് ഡിസ്ചാർജ് വാങ്ങിക്കുന്നതിനാണ് AMA ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അതിന് പല റീസൺസും പറയുന്നുണ്ട്. ഇത് AMAയുടെ ഒരു ഫോം കണ്ടെയ്ൻ ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ഫോമിന്റെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. Then transfer to another health care facility. അതായത് നമ്മൾ മറ്റൊരു കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ട്രീറ്റ്മെന്റ്സിന് ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെൽ ഡെവലപ്ഡ് കെയർ ലഭിക്കാൻ വേണ്ടിയിട്ട് പേഷ്യന്റിനെ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ട്രാൻസ്ഫർ ടു അനദർ ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഡിസ്ചാർജ് ടു ഹോസ്പിറ്റൽസ് ഓർ പാലിയേറ്റീവ് കെയർ, ലൈഫ് ലോങ് എൻഡിങ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്സും അതുപോലെ തന്നെ അവർക്ക് ഒരു മീൻസ് കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ ലൈഫ് ലോങ് കെയർ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ
ഹോസ്പൈസ് പാലിയേറ്റീവ് സെന്റേഴ്സിലോട്ട് പേഷ്യൻസിനെ മാറ്റുന്നു. അതാണ് ഡിസ്ചാർജ് ടു ഹോസ്പൈസ് ഓർ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് നോക്കിയത് തിങ്സ് യു ക്യാൻ ഇംപ്ലിമെന്റ്, അതായത് ഡിസ്ചാർജ് പ്രോസസ്സിൽ തടസ്സങ്ങൾ മാറ്റാനായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ പഠിച്ചു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ബില്ലിംഗ് സിസ്റ്റം വേണം, ഇലക്ട്രോണിക് ചാർട്ട്സും മെഡിക്കൽ റെക്കോർഡ്സുകളും ഉണ്ടായിരിക്കണം, ഡിസ്ചാർജ് ഡ്യൂറേഷൻ അഡ്മിഷൻ ടൈമിൽ തന്നെ പ്ലാനിങ് വേണം, കെയർ കോർഡിനേഷൻ ഉണ്ടായിരിക്കണം, ബെറ്റർ ബെഡ് മാനേജ്മെന്റ് വേണം, ദെൻ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം മെഡിസിൻസുകൾ എത്രയും പെട്ടെന്ന് വാർഡിൽ എത്തിക്കുക. പിന്നെ നമ്മൾ പോളിസിയും പ്രൊസീജിയേഴ്സ് ആണ്, അതിലെ പോളിസികളാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്യുന്നത് പ്രത്യേകം പഠിക്കണം. ദെൻ ഡിസ്ചാർജ് പ്രോസസ്സിന്റെ ഒരു ഫ്ലോ ചാർട്ട് ആണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് എന്താണ്, ഡോക്ടർ റിട്ടേൺ ഓർഡർ കൊടുക്കുന്നു, ദെൻ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇൻഫോം ചെയ്യുന്നു, ദെൻ പേഷ്യന്റിന്റെ മെഡിക്കേഷൻസുകൾ ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. കാരണം നിങ്ങൾക്ക് അറിയാലോ അത്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ എന്താ പറയാ അണ്ടർലൈൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കാം, നമുക്ക് നോർമലി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനി മേ ബി എക്സാമിന് ചിലപ്പോൾ ഫ്ലോ ചാർട്ട് വല്ലതും എന്താ പറയാ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ ഏതെങ്കിലും ഒരെണ്ണം വിട്ടുപോയിട്ടൊക്കെ തന്നാലോ നമുക്ക് ഏത് രീതിയിലും പ്രതീക്ഷിക്കാമല്ലോ ക്വസ്റ്റ്യൻ. ഓക്കെ, അതുകൊണ്ടൊന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ, നിങ്ങൾക്ക് അറിയാലോ, അതുകൊണ്ടാണ് ഞാൻ അണ്ടർലൈൻ ചെയ്യുന്ന കാര്യം പറയാഞ്ഞത്. ഓക്കെ, ദെൻ പേഷ്യൻസിന്റെ മെഡിക്കേഷൻസ് ഒക്കെ റിട്ടേൺ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എന്താണ്, ബില്ല് പ്രോസസ് ചെയ്യണം, ദെൻ പേയ്മെന്റ് നോക്കാം, ക്യാഷ് ആണോ ഇൻഷുറൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം, ദെൻ വെരിഫിക്കേഷൻ വിത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ അത് വെരിഫൈ ചെയ്യാം, ദെൻ വാർഡില് ബില്ലിന്റെ കാര്യങ്ങൾ അറിയിക്കണം, സെറ്റിൽമെന്റ് ചെയ്യാം ബില്ല്, കളക്ടിങ് ഡിസ്ചാർജ് മെഡിസിൻസ് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം വാങ്ങിക്കണം, ദെൻ ഡിസ്ചാർജ് സമ്മറി കൊടുക്കാം, എക്സ്പ്ലനേഷൻ മെഡിക്കേഷൻസ്, ദെൻ ട്രാൻസ്പോർട്ട് ആവശ്യമെങ്കിലും ട്രാൻസ്പോർട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് വൺ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം പേഷ്യന്റിനെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്നും പേഷ്യൻസിന്റെ ഡാറ്റ റിമൂവ് ചെയ്യുക. ഇതാണ് ഇത്രയുമാണ് ഫ്ലോ ചാർട്ടിൽ ഉള്ളത്. അതൊന്ന് പഠിച്ചു വെച്ചേക്കട്ടോ, നിങ്ങൾക്ക് അറിയാം എങ്കിലും ആ ഒരു ഓർഡറിലൊന്നും നോക്കി വെച്ചേക്കാം. ലാസ്റ്റ് വൺ നോക്കിയത് ഡിസ്ചാർജ് സമ്മറി ആണ്. ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു ക്ലിനിക്കൽ റിപ്പോർട്ടാണ് പ്രിപ്പയർ ചെയ്തത്, ഹെൽത്ത് പ്രൊഫഷണൽ ആണ്, ദെൻ ഹോസ്പിറ്റലിലെ ലാസ്റ്റ് ഡേയിലാണ് അത് നമ്മൾ ഡിസ്ചാർജ് സമ്മറി കൊടുക്കുന്നത്. ദെൻ ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അഡ്മിഷനും സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് കൊടുക്കും, ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ കൊടുക്കുന്നു, ദെൻ പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിൽ അത് മെഡിക്കേഷൻസിൽ എന്തൊക്കെയാണ്, ഫോളോ അപ്പ് അഡ്വൈസുകൾ, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസുകൾ, ഇത്രയൊക്കെയാണ് ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത്. ഇനിയിപ്പോ നിങ്ങൾ ഇതിനു വേണ്ടി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെല്ലാവരും തന്നെ പഠിച്ചിട്ടുണ്ട്. പഠിച്ചില്ലേ നിങ്ങൾ? എന്റെ ഒപ്പം തന്നെ ഇത് പഠിച്ചു പോയിട്ടുണ്ട്. കഴിഞ്ഞ എക്സാം കഴിഞ്ഞ എക്സാം പോലെയൊക്കെ തന്നെയായിരിക്കും കേട്ടോ. തേർഡ് ഫോർത്ത് മോഡലൊക്കെ കഴിയുമ്പോൾ എക്സാം ഉണ്ടായിരിക്കും. എക്സാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, വെയിറ്റ് ചെയ്യൂ. ധൃതിയാണോ എക്സാം എഴുതാനായിട്ട് റെഡി ആയിട്ടിരിക്കണോ? ആണോ? വെയിറ്റ് ചെയ്യാട്ട് നമ്മുടെ ചാപ്റ്റേഴ്സ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. എക്സാം ആവുന്നതിന് മുമ്പായിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ തരും. ദെൻ ഇനിയുള്ള തേർഡ് ഫോർത്ത് ഞാൻ പറഞ്ഞു കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളൊക്കെ വരും. സോ അതനുസരിച്ചിട്ട് എഫേർട്ട് എടുക്കണം. ഫസ്റ്റ് സെക്കൻഡിനേക്കാൾ കൂടുതലായിട്ട് കുറച്ചും കൂടി നമ്മൾ എഫേർട്ട് എടുത്ത് പഠിക്കണം കേട്ടോ. ഞാൻ മുൻകൂട്ടി പറയുന്നത് നിങ്ങളോട്, നിങ്ങൾ ലാസ്റ്റ് ടൈമില് എല്ലാ ചാപ്റ്ററും ടീച്ചേഴ്സിന് കഴിഞ്ഞിട്ട് റിവിഷൻ ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് ഓടിച്ചിട്ട് നോക്കാം എന്ന് വിചാരിച്ചിരിക്കേണ്ട. കാരണം ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ വരുന്നുണ്ട് തേർഡും ഫോർത്തില്, പഠിക്കാൻ കുറച്ച് കൂടുതലുണ്ട്. നമുക്ക് ഒറ്റയടിക്ക് ചിലപ്പോൾ എളുപ്പം വായിച്ചാല് മനസ്സിലാവുന്ന ചാപ്റ്റേഴ്സുകളല്ല. ഇതുപോലെ നമുക്ക് ഇത്ര ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്ന ചാപ്റ്റേഴ്സുകളല്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയണത്, അതായത് ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾ മാക്സിമം കിട്ടുന്ന പോലെ, എല്ലാവരുടെയും സിറ്റുവേഷൻ ഒരേപോലെ അല്ലാന്ന് എനിക്ക് അറിയാം, എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക. എന്തായാലും നമ്മള് ഈ ഒരു കോഴ്സിന് വേണ്ടി നമ്മൾ തുനിഞ്ഞി ഇറങ്ങിയതാണ് അല്ലെ. ഒരു 6 മാസത്തെ കോഴ്സിന് വേണ്ടി നമ്മൾ ഇറങ്ങി. ആരും ചുമ്മാ ബോറടിച്ചിട്ട് വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് ഒരു കോഴ്സ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്, ആണോ? അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടോ? വെറുതെ ഇരിക്കണല്ലേ, ഒരു കോഴ്സ് അങ്ങനെ അറ്റൻഡ് ചെയ്തേക്കാം, അങ്ങനെയുണ്ടോ ആരെങ്കിലും? ഇല്ല. നമുക്ക് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ഫ്യൂച്ചറിൽ നമുക്കൊരു ജോബ് വേണം അല്ലെ, ഹോസ്പിറ്റൽ റിലേറ്റഡ് ഒരു ജോബ് വേണം. അപ്പൊ ആ ഒരു ലക്ഷ്യം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കാം. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഈ ഒരു ചാപ്റ്റർ ഒന്ന് ഓടിച്ചിട്ട് വായിച്ചു നോക്കാം. ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ജസ്റ്റ് ഒന്നൊരു പ്രാവശ്യം ഒന്ന് ഓടിച്ചിട്ട് വായിക്കുക.
വായിച്ചോ? ചാപ്റ്റർ വായിച്ചോ എല്ലാവരും? ഓക്കെ, വായിച്ചിട്ട് വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ ആണോ? ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. അടുത്തൊരു ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നിമ്മിക്ക് ഡൗട്ടോ? നിമ്മി ഏതായിരുന്നു ഡൗട്ട്? നിമ്മിക്കാണോ? ഓക്കെ, ഏതായിരുന്നു ഡൗട്ട്? നിമ്മി ചോദിച്ചോ, പറഞ്ഞോളൂ. സോറി, കമന്റ് ചെയ്തോളൂ കേട്ടോ, ഏതാണ് ഡൗട്ട്? ഡിസ്ചാർജ് സമ്മറി ഇല്ല. സെക്കൻഡ് പോയിന്റ് ആണോ? പ്രൈമറി മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണോ? അതാണോ ചോദിച്ചത്? അതായത് ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിനിക്കൽ റിപ്പോർട്ട് ആണെന്ന് പറഞ്ഞു. ഇത് നമുക്ക് ആ ഒരു സമ്മറി നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടും അല്ലെ? അതായത് പേഷ്യൻസിന് എന്തൊക്കെയാണ് നമ്മൾ അതുവരെ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകള്, മെഡിസിൻസുകൾ ഏതൊക്കെയാണ് എന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് അതിൽ നിന്ന് വായിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ലാന്നൊന്നും, മനസ്സിലായോ? അതായത് നഴ്സുമാരോടൊന്നും ചോദിക്കേണ്ട, ആ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ കംപ്ലീറ്റ് അതുവരെ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകളും എല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുന്നത്. സോ അതുകൊണ്ടാണ് ആ ഹോസ്പിറ്റൽ കെയർ ടീമും അതുപോലെ തന്നെ ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സ്, അതായത് പേഷ്യൻസിനെ നോക്കുന്ന ആഫ്റ്റർ കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള ഒരു ആശയവിനിമയം അതിൽ തന്നെ ഉണ്ടെന്ന് നമുക്ക് പരസ്പരം ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഡീറ്റെയിൽസുകളും അഡ്മിഷന്റെ നമ്മൾ പറഞ്ഞു, അഡ്മിഷനായ റീസൺ എന്താണ്, മെഡിക്കേഷൻസുകള്, ടെസ്റ്റുകളുടെ റിസൾട്ടുകള് എല്ലാം അതിലൂടെ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കുന്നു എന്ന്. അത്രേ ഉള്ളൂ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന് മുന്നത്തെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്, ക്ലിനിക്കൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആ ഒരു ഡിസ്ചാർജ് സമ്മറി, അതാണ് ഞാൻ നിങ്ങളോട് ഡിസ്ചാർജ് സമ്മറി നോക്കാൻ പറഞ്ഞത്. കയ്യിലുള്ളവരാണെങ്കിൽ നമുക്ക് നോക്കിയാൽ അതിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവും. അതുവരെ അവർ കൊടുത്തിട്ടുള്ള മെഡിസിൻസുകളുടെ ഡീറ്റെയിൽ ആണെങ്കിലും ട്രീറ്റ്മെന്റ്സും അതൊരു കമ്മ്യൂണിക്കേഷൻ ആണെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ നിന്നി? കൺഫ്യൂഷൻ ഒന്നും വേണ്ട കേട്ടോ. അവിടെ അതിന് ഫസ്റ്റ് സെന്റൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ക്ലിനിക്കൽ റിപ്പോർട്ട് എന്താണ് ഡിസ്ചാർജ് സമ്മറി എന്നുള്ളത്. ചോദിച്ചോളൂ, ഡൗട്ടാണോ? ഇനി എന്താ എന്തെങ്കിലും സംശയങ്ങള്? ലാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ, AMA പോലെ തന്നെ, അതായത് ഡോക്ടറിന്റെ അഡ്വൈസിന് വിപരീതമായിട്ട് ലീവ് ചെയ്ത് പോകുന്നത്. AMA അതുപോലെ തന്നെയാണ് ലീവ് അഗെയിൻസ്റ്റ്, സെയിം തന്നെയാണ്. AMA അതുപോലെ ലാമ എന്ന് പറയുമ്പോൾ ലീവ് ചെയ്ത് പോകുന്നതും കൂടി ഉണ്ട്. അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസർ അല്ലെ, ഡോക്ടറിന്റെ മെഡിക്കൽ അഡ്വൈസിന് വിപരീതം. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. ഒരെണ്ണം LAMA എന്ന് പറഞ്ഞാൽ ലീവ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, AMA എന്ന് പറയുന്നത് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ, ഇനി ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? നെക്സ്റ്റ് ചാപ്റ്റർ ഒന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. ഇപ്പൊ ഡിസ്ചാർജ് പഠിച്ചതുപോലെ അത്ര സിമ്പിൾ ആയിട്ട് പോകുന്ന ഒരു ചാപ്റ്റർ അല്ല, ഞാൻ ഓൾറെഡി മുൻകൂട്ടി പറയാം. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ലീഗൽ ഇഷ്യൂസുകൾ, അതായത് ഇപ്പൊ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയതും അല്ലാതെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസുകൾ, അല്ലെങ്കിൽ ലീഗൽ ആയിട്ട് വരുന്ന ഇഷ്യൂസുകളും കുറച്ച് ആക്ടുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോ ചിലർക്ക് ഇത് ബോറിംഗ് ആയിട്ടൊക്കെ തോന്നുന്ന ഒരു ചാപ്റ്റർ ആണ്. നിങ്ങൾ ഇൻട്രസ്റ്റോട് കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആക്ടുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്നതാണ്. എന്താ പറയാ, ഒരു ഡിസ്ചാർജ് പോലെ നമുക്ക് അത്ര ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ അല്ല കണ്ടോ. കുറച്ച് ആക്ടുകളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇയേഴ്സുകൾ ഉണ്ട് പഠിക്കാൻ.
ഈ ഒരു ചാപ്റ്ററിലെ പഠിക്കാൻ കുറച്ച് കൂടുതൽ പോർഷൻസുകൾ ഉണ്ട്. കാരണം ഇയറുകൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുണ്ട്. ഓരോ ആക്ടുകളും നിലവിൽ വന്ന വർഷം എന്നാണ്, ആക്ട് എന്താണ്, ആക്ടിൽ എന്താണ് പറയുന്നത്, അറ്റ്ലീസ്റ്റ് ഇയർ കമ്പൽസറി ആയിട്ട് നിങ്ങൾ അത് പഠിച്ചിരിക്കണം. ദെൻ മെയിൻ ആയിട്ട് ആക്ടുകളെ കുറിച്ച് തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉടനീളം പഠിക്കാനായിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്താ പറയാ, കുറച്ച് ബോറടിയൊക്കെ ഉണ്ടാകും എങ്കിലും കുഴപ്പമൊന്നുമില്ല. ബോറിംഗ് ആണെന്ന് കരുതി നമുക്കത് വിട്ടുകളയാൻ പറ്റില്ലല്ലോ, നമുക്ക് എന്തായാലും പഠിക്കണം. ദെൻ ബോറടിക്കാത്ത രീതിയിൽ നമുക്ക് മാക്സിമം എന്താ പറയാ ബോറടിപ്പിക്കാതെ എടുത്തു പോകാൻ ശ്രമിക്കാം. ദെൻ ഇത് നമുക്ക് എപ്പോഴും എക്സാമ്പിൾ എന്ന് വെച്ച് പറയുന്നതുപോലെ ഒരു എക്സാമ്പിൾ ഒന്നും അധികം നമുക്കിവിടെ ലീഗലായിട്ടും എത്തിക്കലായിട്ടും പറയുന്ന കാര്യങ്ങളാണ്. സോ എന്താണോ അത് ഏറ്റവും മാക്സിമം ഷോർട്ട് ആക്കിയിട്ടാണ് നമുക്ക് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ തന്നിരിക്കുന്നത്. അതിലും ഇനി ഷോർട്ട് ആക്കാനായിട്ട് പറ്റില്ല. സോ എന്താണോ ടെക്സ്റ്റ് ബുക്കിലുള്ളത് അത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ടീച്ചർ അടയാളപ്പെടുത്തി തരാം, അതനുസരിച്ചിട്ട് നിങ്ങൾ പഠിച്ചു പോകാം. അത്യാവശ്യം പഠിക്കാൻ ഈ ചാപ്റ്ററിൽ ഉണ്ട്. സോ നല്ല സമയം കണ്ടെത്തി തന്നെ ഇതിനു വേണ്ടി പഠിക്കാം, എഫോർട്ട് എടുക്കണം കേട്ടോ. അപ്പൊ നോക്കാം എത്തിക്കൽ ആസ്പെക്ട്സ്. അപ്പൊ എത്തിക്കലും ലീഗലും അതാണ് നമുക്ക് ഫസ്റ്റ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര് അത് തന്നെയാണ് അല്ലെ, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. എത്തിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഞാൻ ഒരുപാട് എടുക്കണില്ല, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നുള്ളൂ. ഇനി എത്തിക്കൽ എന്നുള്ളൊരു വാക്കിന്റെ അർത്ഥം എന്താണ്, മലയാളത്തിൽ എന്താ പറയാ? എത്തിക്കൽ കേട്ടിട്ടുണ്ടോ നിങ്ങള്? എത്തിക്കൽ എന്താണ് എത്തിക്കലിന്റെ മീനിങ്? പറഞ്ഞോളൂ. തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കൊള്ളട്ടെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ അറിവില്ല എത്തിക്കൽ എന്ന് പറയുമ്പോ എന്താണ് എത്തിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? എത്തിക്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? നിന്നെ പറഞ്ഞോളൂ, എന്താണ് എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? നിങ്ങൾ പറയും ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോകും എന്ന് വിചാരിച്ചിട്ടാണോ? മര്യാദ, ധാർമ്മികത. മര്യാദ എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊന്ന് എന്താ പറയാ, കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ധാർമ്മികത എന്ന് പറയാം അല്ലെ. കുറച്ചും കൂടി ഒരു പ്രോപ്പർ മലയാളം എന്ന് പറയുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ധാർമ്മികത. ഓക്കെ, ഇനി എന്താണ് ധാർമ്മികത അത് ചോദിക്കട്ടെ. എത്തിക്സ് എന്ന് പറയുന്നത് ധാർമ്മികതയാണ് നിങ്ങൾ പറഞ്ഞു. ഓക്കെ, ശരി. ഇനി ധാർമ്മികത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ധാർമ്മികത അതറിയില്ല. മലയാളത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ധാർമ്മികത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? ജസ്റ്റിസ് ആണ്. ഓക്കെ, നീതി. വേറെ എന്തൊക്കെയാണ്? ജസ്റ്റിസ് മാത്രമാണോ? അതായത് നമ്മള് എന്താ പറയാ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കൾച്ചർ അല്ലെ, സത്യസന്ധമായിട്ട് പ്രിൻസിപ്പിൾ ഷുഡ് ഫോളോ. ഓക്കെ, എല്ലാം ഏകദേശം ഓക്കെയാണ് നിങ്ങൾ പറയണത്. അപ്പൊ നമ്മളിപ്പോ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് ഒരു സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ അങ്ങനെയുള്ള ഒരു ഇതാണ് എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുറച്ച് മോറൽ പ്രിൻസിപ്പിൾസ്, ധാർമ്മികമായിട്ടുള്ള കുറച്ച് തത്വങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ധാർമ്മികത അല്ലെങ്കിൽ എത്തിക്സ് എന്ന് വിളിക്കുന്നത്. ഇനി ലീഗൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലീഗൽ എന്താ ലീഗൽ എന്ന് പറഞ്ഞാല്? നിയമമാണ് അല്ലെ, നിയമപരമാണ്. ലീഗൽ ആയിട്ടുള്ള ആക്ഷൻസ് എന്ന് പറയും അല്ലെ. ഇപ്പൊ നമ്മളുടെ രാജ്യത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിലും നമ്മള് നമ്മളുടെ എന്താ പറയാ ലീഗൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുടെ ഉള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആണോ? നമുക്ക് ഫ്രീഡം ഒക്കെ ഉണ്ട് എങ്കിലും കുറെയൊക്കെ നമ്മൾ ലീഗൽ ആയിട്ടുള്ള നിയമത്തിന്റെ ഉള്ളിൽ തന്നെയാണ് ജീവിക്കുന്നത്. ആണോ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് ട്രാഫിക് എടുത്ത് നോക്കാം. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ഹെൽമെറ്റ് ഇല്ലാതെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? സാധിക്കുമോ? ഹെൽമെറ്റ് ഇല്ലാതെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഹെൽമെറ്റ് ഇഷ്ടമല്ല എന്ന് കരുതി ഞാൻ ഹെൽമെറ്റ് ഇല്ലാതെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മൾ ഹെൽമെറ്റ് ഇല്ലാതെ ഫൈൻ ഇടണം. ഈ ഫൈൻ എന്നുള്ള സംഭവം എവിടെ നിന്നാണ് വന്നത്? ലീഗൽ ആണ്, അത് നിയമപരമായിട്ട് തെറ്റാണ് അല്ലെ. ഹെൽമെറ്റ് വെക്കണം എന്നുള്ളത് ലീഗൽ ആയിട്ടുള്ള നിയമമാണ്. സോ നമ്മൾ ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇല്ലീഗൽ ആയിട്ട് മാറും അല്ലേ. അപ്പൊ അതിനുള്ള ഫൈനും പെറ്റീഷൻസ് ഒക്കെ നമുക്ക് അയക്കുന്നു. പെറ്റീഷൻസും ഫൈനൊക്കെ നമുക്ക് വരുന്നു. അപ്പോ ഹ്യൂമൻ ആക്ഷൻ, അപ്പൊ കുറച്ച് ലോസുകൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. നിയമപരമായിട്ട് ലീഗൽ ആയിട്ട് നമ്മുടെ ഭരണകൂടം അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ഭരണകൂടം നമുക്ക് കുറെ നിയമങ്ങൾ, ആക്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നിയമങ്ങള് പാലിക്കേണ്ടത് എന്താണ്? ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ ഹ്യൂമൻസിന്റെ ഓരോ ഉത്തരവാദിത്തമാണ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങൾ വരുന്നത്. ആണോ? ഇല്ലേ? ഒരു നിയമവും ഇല്ലെങ്കിൽ ഇഷ്ടമുള്ള പോലെ ആർക്കും എന്തും ചെയ്യാം എന്നാവും അല്ലെ. അതുകൊണ്ടാണ് നമ്മള് നിയമങ്ങൾ വരുന്നത്.
എന്ത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും നിയമങ്ങളുണ്ട്, ശിക്ഷാർഹമായിട്ടുള്ള നിയമങ്ങളുണ്ട്, ഓരോ സെക്ഷനുകളുണ്ട് അല്ലെ. ലോ ഒബൈ ചെയ്യുക, നമ്മൾ കൃത്യമായിട്ടും എന്ത് ചെയ്യുക, നിയമങ്ങൾ പാലിക്കണം. നിയമങ്ങള് മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ എന്താണ് ഹ്യൂമന്റെ ആക്ഷൻസിനെ നിയന്ത്രിക്കാനായിട്ടാണ് നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഈ നിയമങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷയും മനുഷ്യന് തന്നെ ലഭിക്കുന്നു. ഓക്കെ, നിയമങ്ങൾ. സോ എത്തിക്കൽ ആൻഡ് ലീഗൽ രണ്ട് ടേമും മനസ്സിലായല്ലോ. എത്തിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളാണ്, ലീഗൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് ഈ ഒരു ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ, ഇൻട്രൊഡക്ഷൻ നോക്കാം. ആദ്യം പറയുന്നത് എത്തിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചാണ്. കോഡ് ഓഫ് ബിഹേവിയർ സെറ്റ് ബൈ മെമ്പേഴ്സ് ഓഫ് ദ മെഡിക്കൽ പ്രൊഫഷൻ ടു കൺട്രോൾ ദ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ സോ ദാറ്റ് ഇറ്റ് മെമ്പേഴ്സ് ഡു നോട്ട് ബ്രിങ് ഡിസ്ഗ്രേസ് ടു ദ പ്രൊഫഷൻ. അതായത് ഒരു കോഡ് ഓഫ് ബിഹേവിയർ, അതാണ് എത്തിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഒരു മോറൽ പ്രിൻസിപ്പിൾ. ഇപ്പൊ ഇവിടെ പറയുന്നത് കോഡ് ഓഫ് ബിഹേവിയർ സെറ്റ് ബൈ മെമ്പേഴ്സ് ഓഫ് മെഡിക്കൽ പ്രൊഫഷൻ to control practice of medicine so that the members do not bring disgrace to the profession. ഇപ്പൊ ഒരു മെഡിക്കൽ പ്രൊഫഷണൽസിന്റെ ഒരു സെറ്റ് ഓഫ് മെഡിക്കൽ പ്രൊഫഷണൽസ് ഉണ്ട്. അവരുടേതായിട്ടുള്ള ഇപ്പൊ ഡോക്ടേഴ്സ്, ഇപ്പൊ അവരുടെ ഒരു സംഘടനയൊക്കെ ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ IMA എന്ന് പറയുന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഒരു സംഘടന, അതിലുള്ള അംഗങ്ങള് അവരുടെ ഒരു കോഡ് ഓഫ് ബിഹേവിയർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയുള്ള കുറെ അടിസ്ഥാന തത്വങ്ങൾ അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. സോ അതിന്റെ ഉള്ളിൽ തന്നെ ആ തത്വങ്ങളെ മറികടന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡിസ്ഗ്രേസ് ടു ദ പ്രൊഫഷൻ, അവരുടെ പ്രൊഫഷന് ചീത്തപ്പേര് കേൾക്കും. സോ അവര് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഡ് ഓഫ് ബിഹേവിയർ അവരെപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? അതായത് തത്വങ്ങള്, ആ തത്വങ്ങള് ആ ഒരു ഫോമിൽ തന്നെ എല്ലാവരും സെയിം ആയിട്ട് പോകുന്നു. കാരണം അത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ അത് അവരുടെ ആ ഒരു പ്രൊഫഷണലിനെ അത് ബാധിക്കുന്നു. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എത്തിക്സ് ഇസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോറൽ പ്രിൻസിപ്പിൾ, ധാർമ്മിക തത്വങ്ങളുടെ അടിസ്ഥാനമാണ് എത്തിക്സ് എന്ന് പറയുന്നത്. Ethics is concerned with what is good for individuals and society and also described as moral philosophy. Ethics എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസിന് ഗുഡ് ആയിട്ട് ചെയ്യാനും സൊസൈറ്റിക്ക് നല്ലത് ചെയ്യാനായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള പ്രിൻസിപ്പിൾസ്, കുറച്ച് മോറൽ തത്വങ്ങളെയാണ് എന്ത് വിളിക്കുക, എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, then which gives employees or members general idea of what kind of behavior decision are desirable and encouraged at business and organization. ഒരു ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലോ എങ്ങനെ നന്നായിട്ട് ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് ഒരു എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ധാർമ്മികത. ആ ഒരു പ്രിൻസിപ്പിൾ ആണ് നമുക്ക് എങ്ങനെ പെരുമാറണം, നല്ല രീതിയിൽ നമ്മൾ ഒരു സമൂഹത്തോട് പെരുമാറണം, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പെരുമാറണം അല്ലെ. എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് എന്നുള്ള ഒരു പ്രിൻസിപ്പിൾസ് ആണ് എത്തിക്കൽസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. A code of conduct mentions how employer or members have to act particular situation. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു എംപ്ലോയീസ് പെരുമാറേണ്ടത് എന്നുള്ളതാണ് ഒരു എത്തിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാർമ്മികമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ധാർമ്മിക ബോധം എന്ന് പറയും. ഇതാണ് എത്തിക്സ് എന്നുള്ള ആസ്പെക്റ്റിൽ പറയുന്നത്. ഒന്നല്ല, ശ്രദ്ധിക്കുക, മോറൽ പ്രിൻസിപ്പിൾ ആണ്, അതായത് കുറച്ച് മോറൽ ആയിട്ടുള്ള തത്വങ്ങളാണ്. അധികം ഞാൻ പറഞ്ഞ് ബോറാക്കണില്ല, അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഒന്ന് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂ ഒരു ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആ ഇൻട്രൊഡക്ഷൻ സെറ്റ് ഒന്ന് വായിച്ചു നോക്കാം. ആ ഒരു ഭാഗം എത്തിക്കൽ ആസ്പെക്ട്സും ലീഗൽ ആസ്പെക്ട്സും ഒന്ന് വായിച്ചിട്ട് വരിക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, ലാസ്റ്റ് ഞാൻ പെട്ടെന്ന് ഓടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവില്ല നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. ഫസ്റ്റ് പേജ് ഒന്ന് വായിക്കാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.